ഒഫീഷ്യലി ടൂർണമെന്റ് ക്യാൻസലാക്കാനാണ്. എന്നുവെച്ചാൽ ടൂർണമെന്റ് കൊറോണന്റെ ഒരു പ്രശ്നം കാരണം നമ്മളെ OPFA എന്ന് പറഞ്ഞ ഒരു സംഘടന എല്ലാ ടൂർണമെന്റും ക്യാൻസൽ ചെയ്തൊക്കെയാണ്. അപ്പോൾ ഞാൻ പ്രാവിനെ ശരിക്കും സെറ്റാക്കി കൊണ്ടുവന്നുകൊണ്ടിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ആ പ്രാവുകളെ പറവയിലേക്കൊന്ന് ഫിനിഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രാവിനൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് ഒരു 15 മിനിറ്റോളം ശരിക്കും ചൂട് കൊള്ളിക്കണം. എന്നുവെച്ചാൽ കാലത്തെ ആയതുകൊണ്ട് തണുപ്പുണ്ടാവും. അപ്പോൾ ആ തണുപ്പിൽ അതിജീവിച്ച് മേളിലേക്ക് കയറി പോകാൻ വേണ്ടി പ്രാവിനൊരു 15 മിനിറ്റോളം ഇതേപോലെ ചൂട് കൊള്ളിക്കും ബൾബിൻ്റെ വട്ടത്തിൽ. ഇങ്ങനെ ബൾബ് ഇട്ടിട്ട് ഇവരിങ്ങനെ കവർ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ആ ചൂട് കറക്റ്റായിട്ട് കൊള്ളുള്ള പ്രാവുകൾക്ക്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രാവുകൾ ആ വായിക്കൊണ്ടുള്ളിലേക്ക് എടുത്തിടണം. മനസ്സിൽ വെട്ടം കണ്ട് പ്രാവ് നിൽക്കണം. അപ്പം അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ചൂട് കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇതിപ്പോൾ സമയം 5:35 സാധാരണ എപ്പോഴും 5:58 പ്രാവിനെ വിടും. 6 മണിയാകുമ്പോൾ തന്നെ ടൈം എടുത്ത് എല്ലാം റെഡിയാക്കി ഞങ്ങൾ സെറ്റ് ചെയ്യും. MBR ഇല്ല, മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ടൂർണമെന്റ് ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ വെളുപ്പിനെ 4 മണിക്കെങ്കിലും എണീക്കണം. എണീച്ച് കഴിഞ്ഞിട്ട് തീറ്റ കൊടുക്കാവുന്നതെല്ലാം തീറ്റ കൊടുക്കണം. എന്ന് വെച്ചാൽ 2 ബദാം, 5 കടല, ഇച്ചിരി രാഗി, നേരിയ ചൂടുവെള്ളം. നേരിയ ചൂടുവെള്ളം തന്നെ കൊടുക്കണം. എന്ന് വെച്ചാൽ തണുപ്പായിരിക്കും കാലത്തെ, അതുകൊണ്ടിട്ടാണ് നേരിയ ചൂടുവെള്ളം കൊടുക്കണമെന്ന് പറയണത്. സാധാരണ എല്ലാ ദിവസവും എല്ലാവരും പച്ചവെള്ളം ഒരിക്കലും കൊടുക്കണം. ഇന്നത്തെ ദിവസം അതിന് ആ തണുപ്പ് അതിജീവിച്ച് പോകാൻ വേണ്ടി ചൂടുവെള്ളം തന്നെ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റെങ്കിലും ഇതേപോലെ ചൂടത്തിടണം. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞിട്ടൊരു ഇതും കൂടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം. മിനിറ്റ് ചൂട് വിളിക്കണതൊക്കെ ഓഫ് ചെയ്ത് എന്നുവെച്ചാൽ അതിൻ്റെ കണ്ണ് അത്ര നേരം ചൂട് കൊണ്ട് അതിൻ്റെ ആ ഒരു കണ്ണ് ഇച്ചിരി ഇതുണ്ടാവും, മഞ്ഞളിച്ചുണ്ടാവും. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് മാത്രമേ കൊള്ളിക്കാൻ പാടുള്ളൂ. അപ്പോൾ 5:45 ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. 5:45 കഴിയുമ്പോൾ നമുക്ക് ഈ വായ്ക്കൂട്ടിലേക്ക് ഇടും പ്രാവിനെ. എന്നുവെച്ചാൽ ഈ പുലർച്ചെ വരുന്ന ആ വെട്ടം അത് കണ്ണിലേക്ക് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ആ വായ്ക്കൂട്ടിലേക്ക് ഇടുന്നത്. പക്ഷേ ഇപ്പോൾ റൂൾസും കാര്യങ്ങളെല്ലാം നോക്കി തന്നെയാണ് പറപ്പിക്കുന്നത്. ഈ സംഘടനയിൽ തന്നെ ശരിക്കും എല്ലാവരുടെ സംഘടനയിൽ തന്നെ ശരിക്കും 36 റൂൾസുകളുണ്ട്. എന്നാലും ഞാനും ഇന്ന് റൂൾസ് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് പറപ്പിക്കുന്നത്. പക്ഷേ MBR മാത്രമേ ഇല്ലയെന്നുള്ളൂ. അപ്പോൾ ഇന്ന് MBR ഓണറും എല്ലാം ഞാൻ തന്നെ ആയിട്ട് എൻ്റെ പ്രാവളെ ഞാൻ തന്നെ വിടുകയാണ്. എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. 36 റൂൾസ് ഉണ്ട്. ആ റൂൾസ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനെല്ലാം ആ റൂൾസ് എല്ലാം പറഞ്ഞ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ആ റൂൾസ് പൂവനാണ്, ചെമ്പൻ പൂവനാണ്. മറ്റേ മൂക്കുത്തുള്ളി വിടാനുള്ള പെടയാണ്. അപ്പോൾ ഒന്ന് ചിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവനെ ആദ്യം ഇട്ടേക്കണത്. നമുക്ക് അവനെ താഴ്ത്താത്ത വായിക്കൊണ്ടിടാം. പെട അതിനൊരു പുറത്താളുള്ള പെടയാണ്. അവനെ എൻ്റെ കൂടെ ഇടുന്നില്ല, താഴ്ത്തന്നെ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഈ ഉദിച്ചു തന്നെ ആ വെട്ടം അതിൻ്റെ കണ്ണിലേക്ക് വരട്ടേന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇത്രയും ചൂടും കുളിച്ചല്ലോ, അവൻ്റെ കണ്ണൊക്കെ ഇതായിട്ടിരിക്കും, മഞ്ഞളിച്ചിരിക്കും. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് മാറാൻ വേണ്ടിയാണ് ഇതേപോലെ കറക്റ്റ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ക്ലിയർ ആവും. ശരിക്കും ഈ വെട്ടത്തിൽ അതിജീവിച്ച് നിൽക്കും. പിന്നെ വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഈ ചൂട് കൊള്ളിച്ചതിൽ ആ ഉപകാരം അങ്ങനെയാണ് വന്നത്. അല്ല ശരിക്കും നല്ലോണം 53 ഇപ്പം 5:53. 5:57 നമുക്ക് ഇന്ന് വിടാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നല്ല കാറ്റും നല്ല തണുപ്പും പിന്നെ വെട്ടവും ഇച്ചിരി കുറവാണ്. കൂടിക്കൂടി വരുന്നുണ്ട് വെട്ടം. വെട്ടം വന്നാലേ ഇച്ചിരി നമുക്കൊരു മനസ്സിനൊരു സന്തോഷം വരുള്ളൂ. വെട്ടം വന്നുകൊണ്ടിരിക്കണം, നോക്കാം. 5:57 വിടണമെന്ന് വെച്ചാൽ നമുക്ക് 2 മിനിറ്റ് ചിലപ്പോൾ പ്രാവിന് ചിലപ്പോൾ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. 6 മണിക്ക് കറക്റ്റ് ടൈം എടുക്കുമ്പോൾ പിന്നെ ഓടിക്കാൻ ആ കാര്യത്തിന് ഒന്നും പറ്റില്ല. ആണ് ഒരു 2 മിനിറ്റ് നേരത്തെ വിടുന്നത്. അപ്പോൾ വല്ല സ്റ്റാർട്ടിങ് ട്രബിൾ വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് കൈകൊട്ടി നിന്ന് ഓടിക്കുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്യാം. ചില പ്രാവൾക്ക് അതൊന്നും ആവശ്യം ഉണ്ടാവില്ല. വിട്ടാൽ അപ്പം തന്നെ നേരെ വെള്ളമൊക്കെ കയറി പോയിക്കോളും. എന്നുവെച്ചാൽ ടൂർണമെൻറ്റ് ബേസ് ചെയ്ത് പറന്ന് ശീലമുള്ള പ്രാവൾക്കാണെങ്കിൽ എന്നാലും ചിലപ്പോൾ പറയാൻ പറ്റില്ല, എന്താണ് ഏതാണ് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. പ്രാവളെടുക്കാം.
പ്രാവള്. ഇതൊന്ന് പെടയാണ്, പൂവനാണ്. പെടനെയും പൂവനായിട്ട് വിടാൻ പാടില്ല. എന്നാലും ഇന്ന് എല്ലാം ഒറ്റക്ക് മാറി മാറി പറക്കുന്ന പ്രാവായതുകൊണ്ടാണ് ഇപ്പോൾ വിടണത് തന്നെ. ആളെ വിടാൻ പോവുകയാണ്. MBR ഉണ്ടെങ്കിൽ ഇപ്പോൾ MBRന് 2 പ്രാവിനെ ബോധ്യപ്പെടുത്തണം, കാണിച്ച് അവർ സീലും അടിക്കും പ്രാവുള്ള വാലിൽ. MBR ഒന്നും ഇല്ലാത്തതുകൊണ്ട് സീലും ഇല്ല, ഒന്നുമില്ല. പ്രാവളെ വിടാൻ വേണ്ടി ഒരേ മിനിറ്റിൽ പ്രാവിനെ കാണിക്കണം. 6:45 വരെ ഒരേ മിനിറ്റിൽ പ്രാവിനെ കാണിച്ചു കൊടുക്കണം. എന്നുവെച്ചാൽ 20 മിനിറ്റ് ടൈമുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഇത്രയും വീഡിയോയിൽ വരാണ്ടിരുന്നത്. പ്രാവള് രണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇച്ചിരി മടി പോലെ ഉണ്ട്. നോക്കട്ടെ, പൂവനും പെടയായുള്ള ഒരു ഇതാണ് മസ്കായി കളയും പറവ സമയത്ത്. അതാണ് പറ്റണത്. വേറെ പ്രാവളും ഇല്ലല്ലോ. എപ്പോഴും കുറെ പ്രാവളെ കണ്ടിങ്ങനെ പറക്കുമ്പോൾ പെടൻ്റെ പാട്ടിനും പോവും, പൂവൻ്റെ പാട്ടിനും പോവും. ഇന്ന് രണ്ടും കൂടി കാലത്ത് വിട്ടിട്ട് തന്നെ പറക്കണോണ്ടിട്ട് ഒരു മസ്കിൽ നിൽക്കുന്നതാണ്. ഓടിയുന്നുണ്ട്. ടെറസിൻ്റെ ഇപ്പുറത്താണ്. നമ്മൾ വേറെ ടെറസിൽ നിന്നിട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഇത്ര നേരം. മഴ ഓടിഞ്ഞേക്കൊണ്ട് ഇനി പ്രാവിനെ നല്ല ക്ലിയർ ആയിട്ട് നോക്കണം. ഈ സമയത്ത് പ്രാവളെ ഇവിടെ തന്നെ വേണം, നടയിൽ തന്നെ വേണം. പ്രാവളെ എനിക്ക് കാണിച്ച് കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് മഴ പൊടിഞ്ഞുകൊണ്ട് ഇപ്പുറത്തേക്ക് മാറുകയാണ്. ഇതിൻ്റെ മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രാവൾക്ക് മഴയും ഇടിമിന്നലും ഒന്നും പ്രശ്നമല്ല എന്നുള്ളത്. ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുണ്ട്, ശക്തമായിട്ടുള്ള കാറ്റുമുണ്ട്. ഞാൻ ഇടക്കിടക്ക് മറ്റേ ഇതും മനുണ്ട്, ഇടിവെട്ടും മനുണ്ട്. പ്രാവുകളുടെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം, കാണാൻ നോക്കട്ടെ. വെള്ളമാണ്. മണി ആയിട്ടുണ്ടാവും, 11 മണി കഴിഞ്ഞ്. നല്ല വെയിലാണിപ്പോൾ. 11 കാലമായി. നല്ല വെയിലാണ്. പ്രാവിന് ശരിക്കും മറ്റേ ഇത്ര നേരം മഴയായിരുന്നില്ല. ആ മഴയത്തുനിന്ന് വെയിലത്തേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇത് തന്നെയായിരിക്കും പ്രാവൾക്ക്. അതിന് പ്രാവളെ കുറച്ച് തട്ടിടിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ കാണിക്കുന്നത്. എവിടെ ആയിട്ടാണ് വീഡിയോ തട്ടില്ല, മുകളിലെ കുറച്ച് തട്ടിടിഞ്ഞാൽ നിങ്ങളുടെ തട്ടില്ല, തട്ടിക്കടിഞ്ഞ പ്രാവ്. ഇപ്പോൾ 6.5 മണിക്കൂർ പിന്നിട്ടൊക്കെയാണ്. വെയിൽ കാരണം കുറച്ച് ഇടിഞ്ഞിട്ടുണ്ട് പ്രാവ്. എന്നാലും കുഴപ്പമില്ല, കാറ്റുണ്ട്, പറക്കുന്നുണ്ട് പ്രാവ്. എന്തായാലും പറക്കട്ടെ. വേറെ ആൾക്കാർ പറക്ക് പ്രാവിനെ വിട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ജോഡിയിലല്ല നമ്മള് പറയാം. നമ്മളെ പ്രാവിലെങ്കിലും ജോഡി പിടിക്കൂലല്ലോ, ഒറ്റക്കല്ലേ പറക്കണം. അങ്ങനെ നിൽക്കണ എല്ലാം കൂടിയായിട്ട്. ഇപ്പൊ സമയം 4:00 4:00 പറയുമ്പോൾ 10 മണിക്കൂറായി. ഇപ്പം പ്രാവളിപ്പോഴും ഫോമാണ്. പറവയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു മഴയൊക്കെ കിട്ടി, അങ്ങനെ ഫ്രഷായി പ്രാവള്. എന്താന്ന് നോക്കാം. ശരിക്കുള്ള ടൂർണമെന്റ് ആണെങ്കിൽ ഇപ്പൊ പ്രാവ് പറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മളെ വഴി നിറച്ചു ആൾക്കാരായിരുന്നു. ഇപ്പൊ എന്നുവെച്ചാൽ നമ്മളെ പ്രാവ് പറക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് ആൾക്കാർക്ക് വന്ന് കണ്ടു നിൽക്കാൻ വേണ്ടി. ഇവിടെ നമ്മളെ കൂട്ടുകാരന്മാരും കാണികളുമായിട്ടൊക്കെ ഇഷ്ടംപോലെ പേര് ഇപ്പൊ തന്നെ വന്നിരുന്നേനെ.
ഇപ്പം കൊറോണ എന്നുള്ളൊരു മാരകമായൊരു വിപത്ത് നമ്മളെ നാടിനെ ഇതാക്കിയേക്കൊണ്ട് ടൂർണമെൻ്റ് എല്ലാം ക്യാൻസൽ ചെയ്തില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ ചെയ്തു, പ്രാവളെ വിട്ടിട്ടുണ്ട്. ഈ കൊല്ലം പ്രാവിനൊന്നും വിടാൻ പറ്റിയില്ലല്ലോ. നമ്മളെ പറവ ഡേറ്റ് വന്നതിനെ താമസിച്ചാണ്, 24-ാം തീയതിയാണ്. ആ 24-ാം തീയതി തന്നെ ഒന്ന് ഏട് പൊക്കി വിട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് ട്രെയിൻ ചെയ്താൽ വെച്ചിട്ട് അപ്പം അതിനനുസരിച്ച് പ്രാവിനെ വിട്ടിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. ആദ്യമായിട്ട് ഞാൻ ടൂർണമെൻ്റ് വിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 14-ാം വയസ്സിൽ. അന്ന് ടൈം എന്ന് വെച്ചാൽ 13-12 കണ്ടായിരുന്നു തോന്നുന്നു. ആരാന്നുള്ളത് ഓർക്കണില്ല, വർഷങ്ങളായല്ലോ. ഞാനന്ന് വിട്ടത് 2 പ്രാവിനെയാണ്, ഒരു ചാര് ഒരു ജൊക്കും. അങ്ങനെ 2 പ്രാവിനെയാണ് വിട്ടത്. അതെൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നാണ് വിട്ടത്. അങ്ങനെ അതിങ്ങ ഒരു 12:48 പറഞ്ഞ് അത് സെക്കൻഡ് എനിക്ക് നേടിത്തന്നു. ആദ്യമായിട്ടുള്ളൊരു ടൂർണമെൻറ്റ് പറത്തലുമായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ പ്രൈസും കിട്ടി. സെക്കൻഡാണ് കിട്ടിയത് 12:48. അതിനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ ഫേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്നും ആരും ഇല്ലാണ്ട് ഞാൻ ഒറ്റക്ക് വിട്ടേക്കണത്. ടൂർണമെൻ്റ് ഇല്ല എന്നുള്ളൊരു വിഷമല്ലേ. കൊച്ചിക്കാർക്കൊരു ഉത്സവം തന്നെയാണ് ഈ ടൂർണമെൻറ്റ്. പ്രാവിൻ്റെ ടൂർണമെൻറ്റ് മത്സരം കൊച്ചിക്കാർക്ക് ഒരു ഉത്സാഹമാണ്. പിന്നെ എനിക്കെന്തോ ഒരു മൂഡൗട്ട് വെച്ചാൽ ഞാൻ ഒറ്റക്കാണ് ടൂർണമെൻറ്റിൽ പ്രാവിന് വിട്ടേക്കണത്. ടൂർണമെൻറ്റ് ഇല്ല, എന്നാലും ഞാൻ തന്നെ പ്രാവിന് വിട്ടേക്കണത് ഒറ്റക്കാണ്. ഞാനും ഉണ്ട്, 2 അനിയന്മാരും ഉണ്ട്. ഇവിടെ തന്നെ ആവശ്യം വെള്ളേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഇനി നിങ്ങളെന്താണ് കാണിക്കണമെന്നുള്ളത് കണ്ട് നോക്കാം. ശരിക്കും MBR കാണിച്ചു കൊടുക്കണ്ട്. 1 മണിക്കൂറിൽ കാണിച്ചു കൊടുക്കണം പ്രാവിനെ. പക്ഷേ 20 മിനിറ്റിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കണമല്ലോ. പക്ഷെ ഇപ്പം ഞാൻ വീഡിയോ പിടിക്കണത് തന്നെ കുറേ കഴിഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ലാഗ് കൂടണ്ടെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഉള്ള ടൈമിൽ മാത്രം ഞാൻ വീഡിയോ പിടിക്കുന്നത്. കൂളിംഗ് ആയ എന്താ ഗുണം? കൂളിംഗ് ആയാൽ ഒന്നും കൂടി ഉഷാറായി പറയും. വെയിലിൽ നിന്ന് കുറച്ച് ശമനം കിട്ടും. ഒന്നും കൂടി ഗതപ്പും തളർച്ചയെല്ലാം മാറും. എന്നുവെച്ചാൽ നമ്മൾ കൊടുക്കണേ ഫുഡിൻ്റെ ആണ് ഈ കിടന്ന് മറക്കണ കിടന്നിട്ട്. നമ്മൾ വിട്ട 2 പ്രാവ് ഇപ്പം 13 മണിക്കൂറും 30 മിനിറ്റും കഴിഞ്ഞ കാലജൻ്റെ വെട്ടത്തിൽ പ്രാവ് കയറി വരുമ്പോൾ കാണാൻ പറ്റും. ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഒരു 4 മിനിറ്റായി പോയിട്ട്. ചെമ്പൻ ചീറ്റിൻ്റെ മുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് നോക്കണം കറക്റ്റായിട്ട്. ഇപ്പം ചെമ്പൻ പ്രാവ് ഇറങ്ങിയിട്ടുണ്ട്. ഷീറ്റിൻ്റെ മുകളിൽ ഇറങ്ങിയേക്കണത്. മൂക്കുത്തുള്ളി ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് 14 മണിക്കൂറാണ് ശരിക്കും ടൈം നടക്കുന്നത്. 14:01 വെട്ട് പറയാന്നുള്ളൊരു ചിന്തപ്പാടിലാണ് നിൽക്കുന്നത്. ഇതുവരെയായിട്ട് പ്രാവിനെ പിന്നെ കണ്ടിട്ടില്ല. പ്രാവേ വലിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും വെട്ട് പറയാൻ വേണ്ടി പോവാണ്. 14:01 ഞാൻ കാത്തു നിൽക്കണില്ല. വെട്ട് പറഞ്ഞിട്ട് വേഗം വിളിക്കാൻ വേണ്ടി പോവാണ്.
ഞാൻ ഇറക്കിയിരിക്കുകയാണ് രാവിലെ 13:52 കേട്ടോ. മീനൊന്നും ചാടിയിട്ടില്ല. ഇതൊരു മീൻ ഗുളിക എപ്പോഴും പറന്നിറങ്ങുമ്പോൾ കൊടുക്കുന്നത് നല്ലതാണ്. മീൻ ഗുളികയും ഈ കൊല്ലം കഷ്ടപ്പെട്ടതിന് എന്തായാലും ഒരു ഗുണമുണ്ടായി. പ്രാവള് വിട്ട 2 പ്രാവളും പറന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 8:01 വെട്ട് പറഞ്ഞിറക്കാന്നുള്ള ചിന്തപ്പാടായിരുന്നു. പക്ഷെ പ്രാവ് ഭയങ്കരമായിട്ട് പോയിക്കളയാണ്, വലിഞ്ഞ് പോണ് പ്രാവ്. അതുകൊണ്ടിട്ട് ഞാൻ വിളിച്ച് വേഗം ഇറക്കി. 13:52 ഇറങ്ങി കറക്റ്റായിട്ട്. അടുത്ത കൊല്ലം ഇനി ഇതിലും ഗംഭീരമായിട്ടുള്ളൊരു മത്സരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇതേപോലത്തെ ഒരു അസുഖം വേറെ എന്താണ് അസുഖം എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലം പ്രളയമാർന്നു, ഈ കൊല്ലം കൊറോണ. ഇനി അടുത്ത കൊല്ലം എന്താണ് പറ്റിയത് അടുത്തൊരു മാത്രം അറിയാൻ പറ്റുള്ളൂ. ജീവനോടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം ടൂർണമെന്റിലൂടെ നമുക്ക് ഈ വീഡിയോ ഞാൻ അന്നും പിടിക്കുന്നതാണ്. എൻ്റെ പറവയും എൻ്റെ പ്രാവളയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ OPF-ൻ്റെ കമ്മിറ്റി ടൂർണമെൻറ്റ് എന്തായാലും നടന്നില്ല. അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഒരു ടൂർണമെൻറ്റ് പോലെ തന്നെ ഒരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചത്. ടൂർണമെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ വീഡിയോ പിടിക്കുള്ളൂ. അപ്പോൾ ഇതിലും കൂടുതൽ രസകരമായ കുറേ കാര്യങ്ങളുണ്ടായേനെ. എന്നുവെച്ചാൽ ആൾക്കാർ കൂടി നിൽക്കുന്നതും അവർ ഫുഡ് കഴിക്കാൻ പോണതും വീട്ടിൽ ഫുഡ് കൊടുക്കുന്നതും ചായ കുടിക്കുന്നതും എല്ലാം നമുക്ക് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ കൊറോണൻ്റെ ഒരു സംഭവം കാരണമാണ് അതൊന്നും പിടിക്കാണ്ടിരുന്നത്. പ്രാവ് വറക്കുന്നത് മാത്രം കാണിക്കുന്നത് ആ ഒരു ഇത് കൊണ്ടിട്ടാണ് 5 മണിക്ക് കയറിയതാണ്. എൻ്റെ പ്രാവ് ഈ കൊല്ലത്തൊരു നമ്മൾ ട്രെയിൻ ചെയ്തതിൻ്റെ ഒരു ഗുണം എനിക്ക് ആ പ്രാവ് തന്ന് 2 പ്രാവും കൂടി. ഒരെണ്ണം 13:30 ഇറങ്ങി, ഒരെണ്ണം 13:52 ഇറങ്ങി. 2 പ്രാവും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കാണാം. സുരാൻ.